ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഇച്ചിരി പഴയ സിനിമയിലേക്കാണ്. 2022 റിലീസായ മമ്മൂക്കയുടെ പുഴു എന്ന സിനിമയിലേക്കാണ് നമ്മൾ പോകുന്നത്. സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂക്ക പ്ലേ ചെയ്യുന്ന കിച്ചു എന്ന പേരുള്ള ക്യാരക്ടർ, അദ്ദേഹം IPS ഓഫീസറാണ്. ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി എന്ന് പറയാൻ കാര്യം, ഈ സിനിമയിൽ ഇത്തരം എലമെൻസിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ വളരെ ജാതീയമായ ചിന്ത വച്ചു പുലർത്തുന്ന ഒരാളാണ് കിച്ചു എന്ന് പറയുന്ന ക്യാരക്ടർ. കുട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. മകനും കൂടെ ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. ഭാര്യ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് പാർവതി തിരുവോത്ത് പ്ലേ ചെയ്യുന്ന ഭാരതി എന്ന കഥാപാത്രം. അപ്പോൾ ഭാരതി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു താഴ്ന്ന ജാതിയിലുള്ള കേരളം ഒട്ടുക്ക് അറിയപ്പെടുന്ന നാടകക്കാരനായ കുട്ടപ്പനെയാണ്. അപ്പുണ്ണി ശശിയാണ് കുട്ടപ്പൻ്റെ റോള് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ മമ്മൂക്കയുടെ ക്യാരക്ടർ താമസിക്കുന്ന വീട്ടിലെത്തുകയാണ്. കാരണം അതിന് മുമ്പ് ആ ഫാമിലിയിൽ നിന്നും കംപ്ലീറ്റ്ലി നിഷ്കാസിതയായിട്ടാണ് ഈ ഭാരതിയും ഭർത്താവും കൂടെ താമസിക്കുന്നത്. പക്ഷേ അവർ ഈ ഫ്ലാറ്റിലെത്തുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തേനി ഈശ്വറാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി. പുതിയ ഡയറക്ടറാണ്. രതീനയാണ് സിനിമയുടെ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിലിക്കുന്നത്. ഹർഷദാണ് ഇതിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സവർണ വിരോധിയാണ് മമ്മൂക്ക, എന്തോ ഹിന്ദു മതത്തിനെതിരാണ് മമ്മൂക്ക എന്നൊക്കെയുള്ള രീതിയിൽ. അതിലൊന്നും യാതൊരു ബേസും ഇല്ല. ഈ സിനിമ ശരിക്കും സിനിമയായിട്ട് കാണുകയും അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അത്തരം എന്ന് വെച്ചാൽ അത്തരം ആർഗ്യുമെൻസിനൊന്നും ഒരു ബലമേ ഇല്ലാത്ത കാര്യമാണ്. ഇതിനേക്കാളും വലിയ ജാതീയ ചിന്തകൾ, ഇപ്പോൾ പാലേരി മാണിക്യത്തിലെ ക്യാരക്ടറൊക്കെ ഇതിനേക്കാളും വലിയ ചിന്തയുള്ള ക്യാരക്ടേഴ്സാണ്. അമ്പട്ടം വന്നാൽ അമ്പട്ടൻ്റെ പണി ചെയ്താൽ മതി എന്ന് പറയുന്നതും, പാടത്തിൽ കാളയെ വെച്ച് കെട്ടി ഓട്ടിക്കുന്നതുമെല്ലാം, മനുഷ്യനെ വെച്ച് കെട്ടി ഓട്ടിക്കുന്നതെല്ലാം, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ ശരിക്കും ഇത് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഓഡിയൻസിനെ സൈക്കോളജിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തരത്തിലാണ് രതീനയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ. ഗംഭീരമായിട്ട് സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. അതിലും ചില സീൻസിലൊക്കെ ഉള്ള ഒരു ഹോണ്ടിങ് മ്യൂസിക് ആയാലും ശരി, ക്യാമറ ആംഗിൾ, തേനി ഈശ്വറിൻ്റെ ക്യാമറ ആംഗിൾസൊക്കെ ആയാലും ശരി, അടിപൊളിയായിട്ട് അത് വർക്കൗട്ടായിട്ടുണ്ട് സിനിമയിൽ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈനായാലും വളരെ എന്ന് വെച്ചാൽ നമ്മളെ ഓഡിയൻസിന്, കാണുന്ന മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈനാണ്. ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജനറേഷൻ ബൈ ജനറേഷൻ അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ടൊന്നും തുടച്ചു നീക്കിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ അതിനെപ്പറ്റി ഒരു സിനിമ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ ആ മതത്തിനെതിരാണ്, അതിൽ അഭിനയിക്കുന്ന നടൻ ആ മതത്തിനെതിരാണ്, അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ബാലിശമാണ്. അത്തരം ആർഗ്യുമെൻസിനൊന്നും ഒരു ബേസും ഇല്ലാത്ത തരത്തിലുള്ള ആർഗ്യുമെൻസാണ് അതെല്ലാം. മമ്മൂക്കയുടെ സബ്റ്റിലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സീനിൽ ഈ മകൻ ഇങ്ങനെ ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മകനെ വിളിച്ചുകൊണ്ട് പോകുന്നത് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്നതെല്ലാം പുള്ളി ഈ മകനെ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് കഴുത്തിൻ്റെ ബാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കഴുത്തിൻ്റെ ബാക്കിലാണ് നമ്മൾ സാധാരണ അച്ഛൻ ഒരു മകനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തോളിൽ കൈയിട്ട് കൊണ്ടുപോകും. പുള്ളി അങ്ങനെയല്ല കൊണ്ടുപോകുന്നു. വളരെ ഓവർലി പ്രൊട്ടക്റ്റീവായ ഒരു അച്ഛനാണ്. ഈ കഴുത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതിയുണ്ട്. എന്നാൽ നമ്മളെ ഈ കഴുത്തിൽ ഇറുക്കി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ വളരെ ഡോമിനേറ്റിംഗ് ആയ രീതിയിലാണ് പുള്ളി ആ കൈ വച്ചേക്കുന്നതെല്ലാം. അതുപോലെ ഒരുപാട് സീൻസ് ഉണ്ട്. ഒരു വൈറ്റ് കിങ്, ഒരു ചെസ്സിൻ്റെ കിങ്ങിൻ്റെ ഇത് കളഞ്ഞു പോവുകയും, ആ കരു കളഞ്ഞു പോവുകയും പിന്നീട് മകൻ അത് കൊണ്ടുകൊടുക്കുകയും ചെയ്യുന്ന സീൻസിൽ പുള്ളി ആ കരു അവൻ്റെ നിന്ന് വാങ്ങിക്കുന്ന സീക്വൻസൊക്കെ മമ്മൂക്ക എന്നുള്ള ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ഈ പല സീക്വൻസുകളിലും ആ പെർഫോമൻസ് വളരെ എക്സ്പ്രസീവായിട്ട് മമ്മൂക്ക അത് പ്രസൻറ്റ് ചെയ്യുകയും അത് തേനി ഈശ്വറിൻ്റെ ക്യാമറ അത് ഒബ്സർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ നമുക്ക് പ്ലേ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാ തീവ്രതയോടുകൂടിയും ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചവർക്കും മമ്മൂക്കയ്ക്കും എല്ലാം സാധിച്ചിട്ടുണ്ട്. ഈ പുഴു എന്ന് പറയുന്ന പേര് തന്നെ ശരിക്കും 2 ആംഗിളിൽ ഈ പുഴു എന്നുള്ള പേര് നമുക്ക് ഇത് സിനിമയായിട്ട് ലിങ്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സിനിമയിൽ ജാതി വ്യവസ്ഥിതിയെ പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നിയത് ഇതൊരു ടോക്സിക് പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സിനിമയാണ്. എന്നുവെച്ചാൽ മമ്മൂക്കയുടെ ക്യാരക്ടറിന് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, മമ്മൂക്കയുടെ ക്യാരക്ടർ ചെറുതായിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം ടോക്സിക് പാരൻറ്റിങ്ങിന് ഇടയായിരുന്നു.
അപ്പോൾ അതുപോലെ എടുത്തിട്ട് പുള്ളി നെക്സ്റ്റ് ജനറേഷനിലോട്ട് പാസ് ചെയ്യുവാണ്. പക്ഷേ ലിമിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച്. അതൊക്കെ ആ ക്യാരക്ടർ പറയുന്ന ചില ഡയലോഗുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഒരു കഥ. ഐ മീൻ, നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പുഴു എന്ന് പറഞ്ഞ സംഭവം നമ്മളൊരു ഈ എല്ലായിടത്തും ഉള്ളതാണ്. അത് വന്ന് നമ്മുടെ ചെറിയൊരു ചെടിയുടെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചെടി വളരെ നശിച്ചു പോകും. അതുപോലെ ആ കൊച്ചു കുട്ടികളും പുറത്ത് ഈ ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്ന പുഴു വന്നിരുന്ന് ആ ചെടിയെ നശിപ്പിക്കുവാണ് കംപ്ലീറ്റായിട്ട്. അത് നമുക്ക് തോന്നും വളരെ ചെറുതാണ്, വളരെ എഫക്റ്റീവ് അല്ല, ബാക്കി ചെടി അതിനേക്കാളും വലുതാണല്ലോ എന്നൊക്കെ തോന്നും നമുക്ക്. പക്ഷേ അല്ല, ഇത്തരത്തിലുള്ള ടോക്സിക് പാരൻറ്റിങ് കാരണം കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് കുട്ടികൾ അതിന് വിധേയമാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. അതായത് അൺനോൺ ബയാസ് എന്നൊക്കെ പറയും, അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം ടോക്സിക് പാരൻറ്റിങ് ആണ് ഈ സിനിമയുടെ ശരിക്കും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജാതിയുണ്ട്, ഈ മമ്മൂക്ക പിളയുന്ന ക്യാരക്ടറിന് വളരെ തീവ്രമായ ജാതി ചിന്തയുണ്ട്. ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു എപ്പിറ്റോമിൽ എത്തുവാണ്. അതെല്ലാം ഉണ്ടെങ്കിലും ഈ സിനിമയിൽ എനിക്ക് കൂടുതൽ കണക്റ്റ് ആയത്, അല്ലെങ്കിൽ എന്നെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സിനിമ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ കാര്യമാണ്. അതല്ല വേറൊരു ആംഗിൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വളരെ സവർണ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ ഒരു പുഴു എന്നുള്ള നിലയിലാണ് ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരെ കാണുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഈ പുഴു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഡയറക്ടർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്താണ് അതിൻ്റെ ഒരു ആംഗിൾ എന്നുള്ളത്. പക്ഷെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു റൈറ്റിംഗ് ആയാലും പെർഫോമൻസ് ആയാലും ഓൺ സ്ക്രീനിൽ വർക്കൗട്ടായിട്ടുണ്ട്. അത് ഈ ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ഒരു എല്ലാ വിഷയങ്ങളിലും നമ്മൾ മതത്തിനെയും ജാതിയും കൊണ്ടുവരിക, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിന്നെ മമ്മൂക്കയുടെ പേര് മുഹമ്മദ് കുട്ടിയാണ്, അയാളൊരു മുസ്ലിമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുക. അതൊക്കെ വളരെ തരം താണ രീതിയിലുള്ള പ്രയോഗങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ പ്രബുദ്ധരായ മലയാളികൾക്ക്, ഇത്രയും അറിവുള്ള മലയാളികൾക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധിക്കണം. അതിപ്പം ഏത് മതത്തിലായാലും ശരി, ഇപ്പം ഹിന്ദു മതം, മുസ്ലിം മതം, ക്രിസ്ത്യൻ മതം എന്നുള്ളതല്ല, എല്ലാ മതത്തിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ ഗുണങ്ങൾ മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോവുക, അല്ലാതെ ഈ ദോഷങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഈ മറ്റുള്ള മതങ്ങളിലെ ദോഷങ്ങളിൽ ഫോക്കസ് ചെയ്യുക, എൻ്റെ മതം ഏറ്റവും നല്ലതാണെന്ന് വിശ്വസിക്കുക. അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട പോലെ, വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. പ്രബുദ്ധരായ പ്രജ്ഞ ഉള്ള ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കലാണ് ഓരോ തലമുറയുടെയും ജോലി എന്ന് പറഞ്ഞാൽ. അവരിലേക്ക് മതത്തിൻ്റെയും ജാതിയുടെയും വിഷം നമ്മൾ കുത്തിവെക്കണ്ട. നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു, പക്ഷേ ഇറ്റ് ഹാസ് ബിൻ ട്രിക്ലിംഗ് ഡൗൺ ലെസ് ആൻഡ് ലെസ്. ഓരോ ജനറേഷൻ കഴിയും തോറും അത് വളരെ കുറഞ്ഞാണ് വരുന്നത്. നമുക്കത് അൺനോൺ ആയിട്ടില്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായി അത്തരത്തിലുള്ള തോട്ടം നമ്മളില്ല, നമ്മളത് അടുത്ത ജനറേഷനോട് അങ്ങനെ ഒരു തോട്ടം കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള മെസ്സേജാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഒരു സിനിമ എടുത്തതിന് മമ്മൂക്ക എന്തിന് ഈ സിനിമയിൽ അഭിനയിക്കണം, ഇതിനെ റൈറ്ററായിട്ട് കൊണ്ടുവന്നു. ഏതാണ്ട് 40-50 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. മമ്മൂക്കയിലെടുത്ത് വന്നിട്ട് ഇപ്പോൾ രതീനെ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു ക്യാരക്ടറുണ്ട്, ഇതിൽ ഒരു സവർണ ജാതിയിൽപ്പെട്ട ഒരു ക്യാരക്ടറാണ്, അത് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്, ഇതെങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുള്ളിക്കറിയാവുന്നൊരു ബെസ്റ്റ് റൈറ്ററെ കോൺടാക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യും, എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. അല്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ ഇത്രയും നമ്മുടെയൊക്കെ അഭിമാനം എന്ന് പറയുന്ന ഒരു ആക്ടറിനെ വേറൊരു ഡിഫറെൻ്റ് ആംഗിളിൽ പോർട്രേ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ എല്ലാവരും കാണുമ്പോൾ ആ സിനിമയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സിനിമയായാലും ബുക്കായാലും പുരാണങ്ങളായാലും നമ്മൾ വായിക്കുമ്പോൾ അതിലുള്ളതെല്ലാം അതേപടി നമ്മൾ എടുക്കുകയല്ല വേണ്ടത്. നമ്മളൊരു ഒരു 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 എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോൾ അതിന് നല്ല കാര്യങ്ങൾ നമ്മൾ എടുക്കുക, അല്ലാതെ ചീത്ത കാര്യങ്ങൾ നമ്മൾ അപ്പം ലീവ് ചെയ്യുക പോവുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണുക, കണ്ടിരിക്കേണ്ട സിനിമയാണ്. പിന്നെ ഇതുപോലുള്ള സിനിമകളൊക്കെ നമുക്ക് ഇനിയും പറഞ്ഞു, മമ്മൂക്കയായാലും ലാലേട്ടനായാലും മറ്റുള്ള ആക്ടേഴ്സൊക്കെ ആയാലും ഇത്രയും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുമ്പോഴാണ് ആസ് എ വലിയൊരു ജനസമൂഹം എന്നുള്ളത് നമ്മളെ മുന്നോട്ടെടുക്കുന്നത്. നമ്മൾ ഒരു മതത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സിനിമകൾ എടുക്കണ്ട, പക്ഷേ നമുക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ പറയുന്നതിൻ്റെ അകത്ത്
യാതൊരു കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ വരണം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് നീളം കൂടിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുക. സിനിമ സോണി ലൈവിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. നമ്മൾ ഈ കവി പറഞ്ഞ പോലെ ഒരിക്കലും എന്താ പറയുക, പിന്നെ ഒരു കുമ്പിൾ ജലം ചോദിക്കുന്ന പൂവിൻ്റെ ജാതി ചോദിക്കാതിരിക്കുക. അത്തരത്തിലുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ട് നല്ലൊരു സമൂഹത്തിനെ, പിന്നെ പ്രബുദ്ധരായ ഒരു സമൂഹത്തിനെ, ഒരു തലമുറയെ കെട്ടിപ്പടുക്കുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.